പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് ഗോട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹിലാമുദ്ദീൻ ബിൻ സുലൈമാൻ. ഇന്ന് നമുക്ക് ആടുകളുടെ ക്വാളിറ്റികളെക്കുറിച്ച്, അതായത് ആടുകളുടെ ഗുണങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആടുകൾ വരുന്ന പ്രദേശം, ഏറ്റവും കൂടുതൽ ആടുകളുള്ളതും ഏറ്റവും ഇനങ്ങൾ കൂടിയതുമായ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. ഈ രാജസ്ഥാനെ സംബന്ധിച്ച് ഓരോ പ്രദേശത്തിനും ഓരോ ആടുകളുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. അപ്പോൾ ഓരോ ആടുകൾക്കും അതിൻ്റേതായ ഗുണമുണ്ട്. ഇപ്പോൾ നമ്മൾ മീറ്റിൻ്റെതാണ് നോക്കുന്നതെങ്കിൽ ആടിൻ്റെ മീറ്റ് പ്രസൻറ്റ് കൂടുതലുള്ളതുണ്ട്, കുറയുന്നതുണ്ട്. ഇതുപോലെ അലവരാതികളുണ്ട്, നല്ലതുമുണ്ട്, ഭയങ്കര വിലയായിരിക്കും. അതുപോലെ തന്നെ പാല് ഉൽപ്പാദനമുള്ളതുകൊണ്ട് പാല് കുറവുള്ളതായ ആടുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആടുകളെ കുറിച്ചൊന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പോകാം. ഇത് തന്നെ ആടുകൾ ഇതൊരു ഉണ്ടോ, ഇത് നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ സിരോഹിയുടെ ക്രോസാണ് എന്ന് പറയും. ഇത് സിരോഹിയുടെ ക്രോസ് അല്ല, ഇത് ഒരു ബ്രീഡാണ്. അതുപോലെ ഇതാ കാണുന്നത് നിലവിലൊരു ബ്രീഡാണ്. ഇത് ക്രോസ് അല്ല, ഇതിന് ഫീമെയിലുകളുണ്ട്, ഇത് മെയിലാണ്, ഇതിന് തന്നെ ഫീമെയിലുകളുണ്ട്. ഇതിൻ്റെ തന്നെ ബ്രീഡാണ് ഇതാ നിൽക്കുന്നത്. അതുപോലെ ഒരു ബ്രീഡാണ് ഇതാ നിൽക്കുന്നത്. ഇതിൻ്റെ പേരും മറ്റ് കാര്യങ്ങളെല്ലാം വെച്ച് ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ബ്രീഡുകളെക്കുറിച്ചും അറിയാൻ കഴിയും. ഇതൊരു ബ്രീഡാണ്, കണ്ടോ. ഇതെല്ലാം രാജസ്ഥാനിലെ ഇതൊരു ബ്രീഡാണ്. ഇത് തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഷെഡിൽ തന്നെ ഇതൊരു ബ്രീഡാണ്. അപ്പോൾ ഈ ബ്രീഡുകളുടെ പേരുകൾ എല്ലാം വിശദമായിട്ട് ഓരോ ഇതിലും പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എൻ്റെ ചാനൽ നേരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു ബ്രീഡാണ്. ഇത് സിരോഹി എന്ന് നമ്മൾ പറയും, പക്ഷേ സിരോഹിയിൽ ഇതൊരു ബ്രീഡാണ്. ഇതുണ്ടോ, ഇതൊരു ബ്രീഡാണ്. ഇതിൽ തന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇവിടെ തന്നെ ഇപ്പോൾ 12 ബ്രീഡുകളാണ് നിലവിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ടല്ലേ ഇതൊരു ബ്രീഡ്, ഇതൊരു ബ്രീഡാണ്. അതുകൊണ്ടോ ഇതൊരു ബ്രീഡ്. നമ്മളിത് പർപ്പസിരി എന്ന് പറയും, അല്ല, ഇതൊരു ബ്രീഡാണ്. ഈ ബ്ലാക്ക് ഇതൊരു പ്രത്യേക ബ്രീഡാണ്. ഏറ്റവും കൂടുതൽ ആടുകളുള്ള പ്രദേശവും ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് വാങ്ങുന്നതുമായ സ്റ്റേറ്റ് രാജസ്ഥാനാണ്. അപ്പോൾ ഇതിൽ മീറ്റ് പ്രസൻറ്റ് കൂടിയ ആടുകളുണ്ട്, മീറ്റ് പ്രസൻറ്റ് കുറഞ്ഞ ആടുകളുണ്ട്, പാലുൽപാദനം കൂടിയ ആടുകളുണ്ട്, പാലുൽപാദനം കുറഞ്ഞ ആടുകളുണ്ട്, കുട്ടികൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ആടുകളുണ്ട്, കുട്ടികൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാത്ത ആടുകളുണ്ട്. ഓക്കെ. അപ്പോൾ വിശദമായിട്ട് എൻ്റെ മുൻകാലങ്ങളിൽ 2 വർഷം മുമ്പുള്ള വീഡിയോകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തോത്താപ്പേരിയെക്കുറിച്ച്, സിരോഹിയെക്കുറിച്ച്, ബീറ്റലിനെക്കുറിച്ച് എല്ലാം കുറിച്ചുള്ള വീഡിയോകളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോയുടെ പ്രൊമോഷനായി തന്നെ ഞാനിത് കാണുന്നു. അതുകൊണ്ട് അറിവ് കൂടുതലായിട്ട് ആവശ്യമുള്ളവർ എൻ്റെ വീഡിയോയുടെ ബാക്കിലോട്ട് പോയിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ. ആടുവളർത്തൽ മേഖല വളരെയേറെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. ആടുകൾ വളർത്തുന്നവർ കുറഞ്ഞതുകൊണ്ട് തന്നെ ആടിൻ്റെ വില വളരെ കൂടിക്കൊണ്ടുവരുന്നു. വരും വർഷങ്ങളിൽ 2000 മുതൽ 1500, 1250 എന്ന രീതിയിലേക്ക് ആടുകളുടെ വില പോവുകയാണ്. ധൈര്യമായിട്ട് ആട് വളർത്തലിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുക.